أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا زدنا علما. ربنا زدنا علما. رب زدنا علما نافعا. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ നമ്മളെ ഈ ഗ്രൂപ്പില് ഒരു മരണവാർത്ത അറിയിച്ചതിനിപ്പോ നമ്മളെ ഹസീന ടീച്ചർ പറഞ്ഞില്ലേ, എല്ലാരും അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ കബറിൽ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നുള്ള അരി തന്നെ ഒഴുക്കി കൊടുക്കട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. നല്ലൊരു സമയത്താണല്ലേ അവരുടെ മരണം. അൽഹംദുലില്ലാ, റമളാൻ മാസം ഫുള്ള് കഴിഞ്ഞ് അതാ ചൊവ്വാല് നമ്മള് കുറുമത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അവർക്ക് എല്ലാ പാപങ്ങളും പരിപൂർണമായിട്ട് പുറത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് വിശാലമാക്കി നൽകട്ടെ. നാളെ അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അമീൻ 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 യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മളെ റമളാൻ മാസത്തിൽ നമ്മളെല്ലാരും അൽഹംദുലില്ലാ വളരെ നന്നായിട്ട് തന്നെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാരും? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനിയും നമുക്കത് തുടരണ്ടേ അല്ലേ? റമളാന് എന്തിനായിരുന്നു നമ്മളിലേക്ക് വന്നത്? എല്ലാരും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് നന്നാവാൻ വേണ്ടി, നമ്മൾക്കൊരു മാറ്റത്തിന് വേണ്ടി അല്ലേ? നമ്മൾ മാറിയോ? എല്ലാരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മാറിയോ? നമ്മള് റമളാൻ മാസത്തിൽ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ഇപ്പൊ അത്രയ്ക്കൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കഴിയുന്ന അത്ര നമ്മള് ഖുർആന് പാരായണം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഒരു ടൈം അതിനു വേണ്ടി കണ്ടെത്തുക. പറ്റുന്ന സമയങ്ങളിലൊക്കെ കുറച്ചെങ്കിലും, ഇന്നലെ ഹസന ടീച്ചർ പറഞ്ഞ മാതിരി ഒരു പേജെങ്കിലും നമ്മൾ എന്ത് തിരക്കിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓതാൻ ശ്രമിക്കുക. അതേപോലെ റമളാൻ മാസത്തിൽ ചെയ്ത ഓരോരോ കർമ്മങ്ങളും ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ അവലിന് നമ്മൾ ആരാ വീട്ടിലുള്ളവരെയും കൂട്ടി നമസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ റമളാൻ മാസത്തിൽ? അതേപോലെ തന്നെ ഇനിയും കഴിയുന്ന പോലെയൊക്കെ തുടരാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മളിന്ന് എന്താ വെച്ചാല് ശൈത്താനെ അള്ളാഹു നമ്മളിന്ന് കെട്ടിട്ടിരുന്നു. അത് നമുക്ക് അള്ളാഹു ചെയ്ത വലിയൊരു കാരുണ്യം തന്നെയായിരുന്നു അല്ലേ? സിനിമയിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് വേണ്ട, ആ ഒരു നെയ്യത്തോടെ തന്നെ വേണം നമ്മൾ എല്ലാവരും മുന്നോട്ട് പോവാൻ. റമളാനിലെ ദിനരാത്രങ്ങൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് പിശാചിനെ കെട്ടിട്ട്, അത് റബ്ബ് നമ്മോട് കാണിച്ച വളരെ വലിയൊരു കാരുണ്യം തന്നെയാണ്. മാസപ്പിറവിയോടുകൂടി ആ ശൈത്താനെ ഇനി നമ്മൾ കെട്ടിയിടണം. ഇതുവരെ അള്ളാഹു നമ്മളിന്ന് കെട്ടിയിട്ട് ഇനി നമ്മൾ ആ ശൈത്താനെ കെട്ടിയിടണം. അപ്പൊ പ്രിയ സഹോദരിമാരെ, നമ്മൾക്ക് മരണവും മരണാനന്തര ജീവിതവും ഒക്കെ നമുക്ക് ഉറപ്പാണല്ലോ, നമുക്കുണ്ട് എന്നുള്ളത് അതിലൊരു സംശയവും ഇല്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ആരും ശൈത്താന്റെ കുതന്ത്രങ്ങളിലൊന്നും പെട്ടുപോകരുത്. ഇത്രയും നീ നന്നായിട്ട് ഇബാദത്ത് ചെയ്തില്ലേ, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ ശൈത്താൻ നമ്മളോട് ഇങ്ങനെ പറയും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിലൊന്നും വീണു പോവരുത്. വളരെ നല്ല രീതിയിൽ അള്ളാഹ്ക്ക് വേണ്ടി വീണ്ടും ഇബാദത്തിലേക്ക് മുന്നേറാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. രാത്രി നമസ്കാരങ്ങൾ നമ്മൾ എത്ര ഹൗസോട് കൂടിയിട്ടാണല്ലേ ഓടി
തറാവീഹിന് പോയി. തറാവീഹ് വളരെ നല്ല രീതിയിൽ നമസ്കരിച്ച് ക്ലാസ് കേട്ട് വീട്ടിൽ വന്ന് വീണ്ടും വിഭാഗത്തിൽ മുഴുകി ഖിയാമല്ലയിൽ നമസ്കരിച്ച് അങ്ങനെ ഒരു എന്താ പറയാ വളരെ തക്കവയോട് കൂടി തന്നെയാണ് നമ്മൾ റമദാൻ മാസം നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടും നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ പകല് മുഴുവനും നമ്മളെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്താല് രാത്രി നമ്മളെ റബ്ബ് നമ്മളെ വിളിച്ച് ഉണർത്തും. നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മളെ ഭാഗത്തു നിന്ന് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ 11 തറാവി നിസ്കരിച്ചവരൊക്കെ അത് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ പാതിരാക്ക് എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കല് നിർബന്ധമാക്കി. അത് നമുക്കൊരു നിർബന്ധമായ കാര്യമാണ് എന്നുള്ള നിലയിൽ തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ റംസാനിൽ ചെയ്ത പോലെ തന്നെ അത് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. വളരെ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി ഇതുവരെ ചെയ്ത കർമ്മങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാന് എല്ലാവരും ശ്രമിക്കുക. ഇന്നലെ ഹസീന ടീച്ചർ ക്ലാസ് എടുത്ത പോലെ അതേപോലെ നമ്മള് തെക്കുവ നമ്മൾ മുത്തകീങ്ങളായോ, നമ്മളെ ഷാക്കിറ ടീച്ചർ നമ്മൾ മുത്തക്കിങ്ങളായോ എന്നറിയാനുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് എല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന് പ്രത്യേകം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പറയണം, നമ്മളെ ഷാക്കിറ ടീച്ചർക്ക് കാലിന് എന്തോ പ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന ആ പ്രയാസങ്ങളൊക്കെ പരിപൂർണമായി മാറ്റിക്കൊടുക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. പരിപൂർണമായിട്ട് നമ്മളെ ഷാക്കിറ ടീച്ചറെ കാലിന്റെ എല്ലാ പ്രയാസങ്ങളും നമ്മളെ ഗ്രൂപ്പിൽ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റി നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നമ്മൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹാ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾ തൗബ ചെയ്യണേ. അള്ളാഹു നമ്മളോട് പറയാണ്, ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായി നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണേ. അപ്പൊ റമളാൻ മാസത്തില് പരിപൂർണമായിട്ട് നമ്മൾ തൗബ ചെയ്തി നമ്മളോട് അള്ളാഹു പുറത്തിട്ടുണ്ടാവും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി തുടർന്നും ആത്മാർത്ഥതയോടുകൂടി എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കാന് എല്ലാവരും പ്രത്യേകം ശ്രമിക്കുക. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രത്യേകമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തൗബ ചെയ്യാന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തൗബ പരിഹാരമാണ്. നമുക്ക് ദുനിയാവിയായിട്ടുള്ള കാര്യത്തിലും ആഖിറത്തിലേക്കുള്ള കാര്യത്തിലും ഒക്കെ തൗബ പരിഹാരമാണ്. അതാരും മറക്കരുത്. സാന്ദർഭികമായിട്ട് പറയട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത് നമ്മൾ അധികരിപ്പിച്ചാല് നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടോ, ദുനിയാവിയായിട്ടുള്ളതും ആഖിറായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നമ്മൾ പറയാതെ തന്നെ നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചൊല്ലിയാല് അള്ളാഹു നമ്മളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. അത് നമ്മളെ ജീവിതത്തിലേക്ക് പ്രത്യേകമായിട്ട് പകർത്തുകയും ചെയ്യാം. ആരും മറന്നു പോകരുത് കേട്ടോ. അതേമാതിരി ഇതുവരെ നമ്മൾ നോമ്പെടുത്ത് ആത്മാർത്ഥതയോടുകൂടി റമളാൻ 30 ദിവസം എടുത്ത് ഇനി ഈ ശവ്വാൽ മാസം 6 നോമ്പെടുത്താല് ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് 6 നോമ്പ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ 6 നോമ്പെടുത്ത് ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം റമളാനും 30 നോമ്പും ഇതാണ് നമുക്ക് 29 കിട്ടിയത്. 29 നോമ്പും അതോടുകൂടി നമ്മൾ ഈ ശവ്വാൽ മാസം 6 നോമ്പും കൂടെ എടുത്താല് ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരും തന്നെ മറക്കാതെ ഈ നോമ്പെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളിന്ന് മിസ്സായി പോയിട്ടുള്ള നോമ്പുകളും പെട്ടെന്ന് തന്നെ എടുത്ത് ഈ മാസം തന്നെ എടുത്തു വീട്ടാൻ പരമാവധി ശ്രമിക്കുക. ഫർള് കഴിഞ്ഞിട്ടാണ് സുന്നത്ത് എന്നാണല്ലോ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യം നമ്മള് സ്ത്രീകളല്ലേ,
നമ്മൾക്ക് പോകുന്ന ഈ മെൻസ്ട്രൽ പീരിയഡിൽ പോകുന്ന ഈ നോമ്പുകളൊക്കെ എടുത്ത് സേഫ് ആയ ശേഷം സ്ലാമലൈക്കും ഈ ഒരു 6 മിനിറ്റ്, നോമ്പും ഞാൻ ആ കൂടെ എടുക്കുക. കാര്യത്തിൽ ഒരു ഇത് പറയാം, ഒരു മിനിറ്റ്. ആ അതായത് ഓ ഈ ഓ വിഷയത്തിലെ പിന്നെ ആ അഭിപ്രായങ്ങളുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ആ എല്ലാ വ്യത്യാസങ്ങളുണ്ട്. അതെ സ്ത്രീകൾക്കും അതെ. എല്ലാ ഉം. സ്ത്രീകൾക്കും ഇപ്പൊ ഫർള് വീടിക്ക് ഈ സുന്നത്ത് ഈ മാസം തന്നെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എല്ലാവർക്കും ആ അതെ അനുസരിച്ച് അതെ അതെ, ആവശ്യം ഞാനത് ഉണ്ടായിരിക്കില്ല. കാരണം പറയാനിരിക്കായിരുന്നു. ആ, ആ, ആയിക്കോട്ടെ ആ. ആയിക്കോട്ടെ, അല്ല, ടീച്ചർ പറഞ്ഞോളൂ. ഫർള് വീടിയിട്ട് ഇതെടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ വിഷയത്തിൽ നമ്മൾ ആ അതെ. ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പല വിഷയത്തിലും. അപ്പൊ ആ അതുകൊണ്ട് ആണ്. ഞാനത് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഓക്കെ ഓക്കെ അങ്ങനെ ഓക്കെ, എന്നാ നിങ്ങൾ പറയുന്നുണ്ട്, പറയും. പക്ഷെ നമ്മൾക്ക് പല രീതിയിലും നമുക്കിത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവസാന സമയത്ത് പോലും കടം വീടിയതായിട്ട് റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഇപ്പം പറ്റാത്തവര് പരിപൂർണമായിട്ടും തന്നെ ഈ 6 നോമ്പെടുത്ത് ഒരു വർഷത്തെ പരിപൂർണമായ പ്രതിഫലം നേടിയെടുത്ത ശേഷവും നമുക്ക് വീട്ടാവുന്നതാണ്. പല പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ 6 നോമ്പ് ആരും വിട്ട് കളയണ്ട, മറന്നുകൊണ്ട് കേട്ടോ. ഈ 6 നോമ്പ് പിടിച്ച് ഒരു വർഷത്തെ പ്രതിഫലം നേടുക. പറ്റുന്നവരിപ്പം തന്നെ വീട്ടാൻ ശ്രമിക്കുക. പറ്റാത്തവര് അത് വിചാരിച്ചിട്ട് ഈ ചൊവ്വാലിലെ 6 നോമ്പ് ഒഴിവാക്കണ്ട. ശേഷവും പഠിച്ചാലും കുഴപ്പമില്ലാന്ന് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഇപ്പൊ പറയുകയും ചെയ്ത്. അതുകൊണ്ട് ആരും ഈ 6 നോമ്പ് വിടാതെ പിടിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ അത്രയും തക്കവയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഡെയിലി ക്ലാസ് കേൾക്കുന്നവരാണ്. അപ്പൊ അത് മറന്നു പോകണ്ട കേട്ടോ. പിന്നെ മാസത്തില് 13, 14, 15 അത് പറ്റാത്തവര് ഇന്നലെ നമ്മളെ സിന ടീച്ചർ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തിങ്കളും വ്യാഴവും അല്ലെങ്കിൽ ഒരു തിങ്കളെങ്കിലും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഈ തത്വവും നോമ്പിന്റെ ആ ചൈതന്യം ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ പിടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കാരണം ഒരു നോമ്പ് എടുത്താൽ അയാളുടെ മുഖത്തെ 70 വർഷം വഴിദൂരത്തേക്കാണ് അള്ളാഹു അകറ്റുന്നത് ഒരേ ഒരു നോമ്പ് കൊണ്ട്. അപ്പൊ ഈ സുന്നത്ത് നോമ്പിന്റെ ഒരു പ്രതിഫലം ഒന്ന് ഓർത്തു നോക്കിയേ. അതുകൊണ്ട് എല്ലാരും എന്ത് ചെയ്യണം വെച്ചാല് ഈ റമദാനോട് കൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളില് മാസങ്ങളില് മാസത്തില് ഒരു 3 നോമ്പെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അതും പറ്റിയിട്ടില്ലെങ്കിൽ മാസത്തിൽ ഒരു നോമ്പ്, അല്ലെങ്കിൽ തിങ്കളും വ്യാഴവും, അല്ലെങ്കിൽ തുടക്കത്തില് അല്ലെങ്കിൽ ഒടുക്കത്തില്, അങ്ങനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പറ്റും വിചാരിച്ചാൽ അതുപോലെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് എന്തെല്ലാം സുന്നത്ത് നോമ്പ് വരുന്നുണ്ട്. മുഹറത്തിന്റെ നോമ്പ്, പിന്നെ ദുൽഹജ്ജ് 9 ദിവസം എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം. അങ്ങനെ 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 നോമ്പ് നിലനിർത്തി കൊണ്ടുപോവുക. അതിനെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രതിഫലം വളരെ 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 വലുതാണ്. നോമ്പിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ അതാരും മറക്കാതെ നോമ്പ് പ്രത്യേകം എടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. അതേമാതിരി നമസ്കാരാണെങ്കിൽ ആദ്യം ഫർള് മാത്രം നമസ്കരിച്ചിട്ടവര് ഇപ്പൊ റവാത്തിബ് സുന്നത്ത് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും റംസാൻ മാസത്തില്. അപ്പൊ ഇനി അത് വിടാതെ കൊണ്ടുപോവാം. ഇനി അതിലും കൂടുതലായിട്ട് നമുക്ക് നമസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലും വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. ഉളുവിന്റെ സുന്നത്തുണ്ട്. പിന്നെ സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2 2 4, ശേഷം 2 2 4, അങ്ങനെ വർദ്ധിപ്പിക്കാം. പിന്നെ അസറിന്റെ മുമ്പ് 2 2 4 വർദ്ധിപ്പിക്കാം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അസറിന്റെ മുമ്പ് 2 2 4 റക്അത്ത് നമസ്കരിക്കുന്നവരുടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കൂടുതലായി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ മഗ്രിബിന്റെ മുമ്പ് പെട്ടെന്ന് തന്നെ ഉവെടുത്ത് റെഡിയായി നിന്നിട്ട് മഗ്രിബിന്റെ മുമ്പ് 2 നിസ്കരിക്കാം, ശേഷം 2 നിസ്കരിക്കാം. അതുപോലെ ഇശാന്റെ മുമ്പ് 2 നിസ്കരിക്കാം, ശേഷം 2 നിസ്കരിക്കാം. അങ്ങനെ എത്രയും നമസ്കാരങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ ഈ റമദാൻ മാസത്തോട് കൂടിയിട്ട് ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമുക്ക് എത്രയൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റും അത്രയൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. തഹജ്ജുദ് എത്ര 2
മൂന്ന് നിസ്കരിച്ചവർക്കാണെങ്കിൽ അത് 4ഉം 3ഉം ആയിട്ടോ, അല്ലെങ്കിൽ 6ഉം 3ഉം ആയിട്ടോ, 8ഉം 3ഉം 11ആയിട്ടോ, ഇങ്ങനെ നമുക്ക് എത്രയും നമസ്കാരം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കാം. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ വന്നിരുന്നല്ലോ, നമുക്ക് സ്വർഗത്തിൽ കൃഷി ഇറക്കിയാലോന്ന്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഇതൊക്കെ സ്വർഗത്തിലെ കൃഷിയല്ലേ. അപ്പൊ അതൊരുപാട് ഒരുപാട് ഒരുപാട് ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിലെ നിധിയാണ്. അപ്പൊ ഒരുപാട് നിധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് എന്തൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ, എത്രമാത്രം ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അതിനൊക്കെ ഒരു ചെറിയൊരു സമയം കണ്ടെത്തിയാൽ വളരെ നല്ലത്. നമ്മളെ ഗ്രൂപ്പിൽ ഡെയിലി വരലുണ്ടല്ലോ, സുബ്ഹാനല്ലാ 100 തവണ ചെല്ലിയോ, എന്തൊക്കെയാണ് അതിന്റെ പ്രതിഫലം. 1000 നന്മകൾ രേഖപ്പെടുത്തും, 1000 തിന്മകൾ മായ്ക്കപ്പെടും, സ്വർഗത്തിൽ 100 ചെടി നടും. ചെറിയൊരു സുബ്ഹാനല്ലാ എന്നുള്ള ഒരു ദിക്റോട് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പൊ എത്രമാത്രം ദിക്റ് ദുആകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കാം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും നല്ല ദിക്റാണ്. അത് എത്ര പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കാം. അങ്ങനെ അള്ളാന്റെ മുമ്പിൽ നമുക്ക് എന്തൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ, അള്ളാ നാവ് വെറുതെ നിൽക്കാണ്ട് നാവ് ദിക്ർ കൊണ്ട് നനച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ റമദാനിൽ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എത്രയേ പറ്റൂ അത്രയും നമ്മൾ ദാനധർമ്മം വർദ്ധിപ്പിക്കുക. ഇന്നുമില്ലെങ്കിലും ഡെയിലി നമുക്ക് ഒരുപാട് ചാരിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഡെയിലി നമുക്ക് 10 റുപ്യ കഴിയുമെങ്കിൽ അത് ഡെയിലി നമ്മൾ ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ, അച്ഛൻ ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ഏറ്റവും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമുക്ക് കിട്ടണ്ടേ? ഡെയിലി 2 മലക്കുകൾ ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ധർമ്മം ചെയ്യാത്തവനെ നശിപ്പിച്ച് കളയുന്നു, ഒന്ന് ധർമ്മം ചെയ്യുന്നവന് ഏറ്റവും 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 വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ വർധനവ് നമുക്ക് വേണ്ടേ? അള്ളാന്റെ കാരുണ്യം നമുക്ക് വേണ്ടേ? അതുകൊണ്ട് എല്ലാരും ദാനധർമ്മം ഒരുപാട് 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 വർദ്ധിപ്പിക്കുക. പിന്നെ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചിട്ടു, പിന്നെ നോമ്പുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ നോമ്പില് ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുത്തില്ലേ. അതുപോലെ നമുക്ക് യതീം മക്കൾക്കൊക്കെ ഒരുപാട് നോമ്പ് കഴിഞ്ഞിട്ടും ദാനധർമ്മത്തിനൊന്നും ഒരു കുറവ് വരുത്തണ്ട കേട്ടോ. എല്ലാരും നല്ല രീതിയിൽ ധർമ്മമൊക്കെ ചെയ്ത് ആരാധനയിൽ മുന്നേറാന് പ്രത്യേകം ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മള് പിന്നെ ഇതൊക്കെ നമ്മൾ അള്ളാഹു സ്വീകരിച്ചോന്ന് അറിയണ്ടേ. നമ്മൾ സ്ത്രീയൊക്കെ ഇബാദത്തുകളൊക്കെ ചെയ്തു. അപ്പൊ നമ്മളെ റബ്ബ് അത് നമ്മളൊന്ന് സ്വീകരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്യോ, അള്ളാഹ് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ട്, അപ്പൊ ഭൂമിയിലും ആകാശത്തുള്ള എല്ലാവരും അവരെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീലിനോട് വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കും. അപ്പോഴോ ആകാശത്തുള്ളവരെല്ലാം അവനെ ഇഷ്ടപ്പെടും, ഭൂമിയിലുള്ളവരെല്ലാവരും അവനെ ഇഷ്ടപ്പെടും. അപ്പൊ ആകാശത്തും ഭൂമിയിലുള്ള എല്ലാവരും അവരുടെ ഇഷ്ടപ്പെടുമ്പോ അവന് എല്ലാവരുടെയും നിന്നും സ്നേഹവും സ്വീകാര്യതയും ഒക്കെ ലഭിച്ചു. അത്ര വലിയൊരു കാരുണ്യാലേ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അറിയണ്ടേ? നമുക്ക് സ്വർഗം, അതായത് ജന്നത്തിൽ ഫിർദൗസ് തന്നെ ലഭിക്കും അള്ളാഹു വേണ്ടി നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അള്ളാഹു നമ്മളോട് കോപിക്കൂല, അള്ളാഹു നമ്മളോട് ദേഷ്യം പിടിക്കൂല. അള്ളാഹു നമ്മളോട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ, അള്ളാഹു നമ്മളെ തെറ്റുകള് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് പുറത്തെടുക്കൂല. നമ്മളെന്ത് തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹു ആ തെറ്റുകളൊക്കെ മറച്ചു പിടിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. സിറാത്ത് പാലം നമ്മളോട് സുഖമായിട്ട് കിടക്കാൻ പറ്റും. വിചാരണ കൂടാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. ഭൂമിയിൽ നമുക്ക് ഒരുപാട് സ്വീകാര്യത ലഭിക്കും. അതേപോലെ തന്നെ ആകാശത്തും നമ്മൾക്ക് ഒരുപാട് സ്വീകാര്യത ലഭിക്കും. അപ്പൊ എത്ര വലിയൊരു കാര്യാണല്ലേ? ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല്. അപ്പൊ ഇനി അങ്ങോട്ടും
ഉള്ള ജീവിതത്തിൽ നമ്മൾ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും തന്നെ നമ്മൾ ജീവിതം തുടർന്നാൽ നമ്മളെ റബ്ബ് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ഉത്തമമായ സംഘത്തിൽ വെച്ച് അള്ളാഹു നമ്മളെ ഓർക്കും. വലിയ വലിയ സംഘങ്ങളിൽ വെച്ചിട്ടൊക്കെ ഇബാദത്തിന്റെ മജ്‌ലിസുകൾ വെച്ചൊക്കെ അള്ളാഹു നമ്മളെ ഓർക്കും. വൻ പാപങ്ങൾ വരെ തൗബ ചെയ്താൽ പുറത്തു തരും. എന്തൊക്കെ ഓഫറുകളാണല്ലേ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് നേടിയെടുക്കണ്ടേ. എല്ലാരും പ്രത്യേകം അള്ളാഹിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം കേട്ടോ. സജ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സഹനം, ഈ ക്ഷമ, അള്ളാഹു ഖുർആനില് പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് അള്ളാഹുന്ന്. അപ്പൊ ക്ഷമിക്കുന്നവനെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും കേട്ടോ. നമ്മളൊക്കെ സ്ത്രീകളാണ്, നമ്മൾ കുടുംബിനികളാണ്. അപ്പൊ നമ്മളാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക്. അതായത് ഒരു കുടുംബത്തിൽ എന്തൊരു നല്ല കാര്യങ്ങൾ വരികയാണെങ്കിലും അത് നമ്മൾ പെണ്ണുങ്ങൾ നന്നായ മൊത്തം നന്നായി അല്ലെ. അതുകൊണ്ട് എല്ലാവരും വളരെ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി എന്തൊരു വാക്ക് തർക്കത്തിനോ കച്ചറക്കൊന്നും നമ്മൾ നിൽക്കരുത്. വളരെ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരോടും നമ്മളെ മക്കളോടും ഒക്കെ പെരുമാറിയാൽ അവര് ആ പെരുമാറ്റം കണ്ട് ശീലിച്ച മക്കൾക്ക് ഒരിക്കലും ഒച്ചയിടാനോ ചീത്ത വാക്കുകൾ പറയാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്ത്രീ നന്നായ മൊത്തം വീട് നന്നായി. കാരണം നമ്മൾ തർക്കിച്ചാലല്ലേ, രണ്ട് കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ക്ഷമയോട് കൂടിയിട്ട് പെരുമാറിയാല് നമ്മളെ വീട് മൊത്തം നല്ല ശാന്തമായിരിക്കും. അപ്പൊ അതൊന്നെല്ലാവരും തീരെ ദേഷ്യം പിടിക്കാതെ ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു ഒരുപാട് പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്ഷമ കാരണം കിട്ടാൻ പോകുന്നത് വളരെ വലിയ കാര്യങ്ങളാണ്. കാരണം നമ്മള് നല്ല ഒരു വീട് നന്നായാൽ മൊത്തം നമ്മളെ മക്കള് നന്നാവും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകമായിട്ടും നമ്മള് മക്കളോട് വളരെ സ്നേഹത്തോടെയും ഫ്രണ്ട്ലി ആയിട്ടും നമ്മളെ ദീനിന്റെ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരെ വളർത്തണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ മാത്രം ചെയ്താൽ പോരാ. നമ്മൾ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളല്ല നന്നാവുള്ളൂ. നമ്മൾ മൊത്തം നമ്മളെ ഭർത്താക്കന്മാരുടെ നല്ല രീതിയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചെയ്യുക. അതേമാതിരി നമ്മളെ മക്കളെ കൂട്ടി നമ്മള് ഓരോ സൽപ്രവർത്തനങ്ങൾക്കും സുബഹി മുതൽ ഇശാ വരെ പറ്റുകയാണെങ്കിൽ കൂട്ടി നമസ്കരിക്കുക. അവര് കോളേജിലോ സ്കൂളിലൊക്കെ പോയ സമയമാണെങ്കിൽ വന്നാല് നല്ല സ്നേഹത്തോടു കൂടി വേണം അവരോട് പറയാൻ. മക്കളെ നിസ്കരിച്ചോ, എന്നാ മോന്റെ മക്കളൊന്ന് വേഗം വെട്ടി നിസ്കരിച്ചാലേ അപ്പോഴേക്കും ഉമ്മ ചായ എടുത്തിട്ടാ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കീനല്ലോ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ അവരോട് പെരുമാറുമ്പോ എന്താ അറിയോ, നമ്മളെ മക്കള് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ചീത്ത പറഞ്ഞിട്ടോ അങ്ങനെയൊന്നല്ലാതെ നല്ല രീതിയിൽ അവരോട് പെരുമാറുക. നമ്മൾ ഉമ്മമാരല്ലേ, അവർ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണെങ്കിൽ അവരേറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്നത് ആരാണ്? നമ്മള് വീട്ടിലുള്ള നമ്മൾ ഉമ്മമാരാണ്. അപ്പൊ നല്ല രീതിയിൽ അവരോട് പെരുമാറുക. അവര് വന്നിട്ടുണ്ടെങ്കിൽ ജീനി ചിത്തയോട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും വീട്ടില് ഒരു മജ്‌ലിസ് പോലെ നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതന്നെ വലിയൊരു കാര്യല്ലേ. നമ്മളെ മക്കള് അവരെ മക്കളിലും അവരുടെ മക്കളിലൊക്കെ പ്രവർത്തിച്ചാല് അത് പറഞ്ഞു കൊടുത്ത് അവരൊക്കെ പ്രവർത്തിക്കുമ്പോ നമുക്കതൊരു വലിയ ജാരിയായ ശ്രദ്ധയ്ക്കായിട്ട് മാറും. എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ നമസ്കരിക്കാൻ ഓവെടുത്ത് വന്നാല് ചെല്ലാണ്ട പ്രാർത്ഥന ഒരു തവണ പറഞ്ഞതാണ്, നമ്മുടെ ടീച്ചർ പറഞ്ഞതാണ്, നമ്മളൊക്കെ പറയുന്നതാണ്. അപ്പൊ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന. അപ്പൊ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോ ഇതാ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഅൂദുബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. തിരിച്ചു വരുമ്പോ അസ്ഫ്രാന. അങ്ങനെ പിന്നെ മക്കളോട് പറയാം, മക്കളെ വുദു എടുത്തോ. വുദു എടുത്താല് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും കടക്കാനുള്ള സൗഭാഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനോടൊപ്പം തന്നെ നമ്മളെ മക്കളും ഭർത്താക്കന്മാരൊക്കെ വരണ്ടേ, അവരൊക്കെ പഠിപ്പിക്കുക. അതേമാതിരി ഓരോരോ കാര്യങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തഹജ്ജുദ് നമ്മൾ മാത്രം നമസ്കരിച്ചാൽ മതിയോ? നമ്മളെ മക്കൾക്കും അതൊരു ശീലം ഉണ്ടാവുക. നമ്മളെ മക്കളെ വിളിച്ചുണർത്തുക. ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിച്ച ശേഷം, ഭക്ഷണം കഴിക്കുമ്പോൾ
ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കഴിച്ചാൽ ഭക്ഷണം കഴിച്ച ശേഷമുള്ള പ്രാർത്ഥന അല്ലേ, എല്ലാ പ്രാർത്ഥനയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി ഇല്ലദീ അത്അമനി ഹദാ വരിസ്ഖിനി മിൻ ഗൈരി ഹൗല മിന്നി വലാ ഖുവ്വ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാല് ആ ഭക്ഷണം കഴിക്കുന്നത് മുതൽ അടുത്ത ഭക്ഷണം വരെ നമുക്ക് ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുന്ന. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം തന്നെ നമ്മളെ മക്കളെയും കൂട്ടി നമ്മൾ അത് ശീലിപ്പിക്കുക. വെറും ദുനിയവി ആയിട്ടുള്ള പഠിത്തത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ആഖിറത്തിലേക്കുള്ള പഠിത്തത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ നമ്മളെ ക്ലാസ്സുകളൊക്കെ കേൾപ്പിക്കുക. ഇനിയിപ്പോ ഒന്നുമില്ല, അവർക്ക് ആ സമയത്ത് ഒന്നും പറ്റില്ല, എന്താണെന്നാണോ ഈ ക്ലാസ് ഒക്കെ കേട്ടല്ലോ മോളെ, മോക്ക് അങ്ങനെ ചെയ്തൂടെ, മോൻ അങ്ങനെ ചെയ്തൂടെ, അങ്ങനെ അവരെ നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ പഠിപ്പിച്ച് അവര് നല്ലൊരു തഖ്വയുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തില് അവരെ നമ്മള് ഉൾപ്പെടുത്താൻ ഒരിക്കലും മറക്കാതിരിക്കുക. അതേമാതിരി അള്ളാഹിനെ പറ്റിയിട്ട് നമ്മൾ എന്തൊക്കെയാ അള്ളാഹിനെ പറ്റി വിചാരിക്കുന്നത്, ഏറ്റവും നല്ല കാര്യം വിചാരിച്ചാൽ അതുപോലെയാണ് നമ്മളെ റബ്ബ് നമ്മളെ പറ്റി വിചാരിക്കുക, അല്ലേ? അതേമാതിരി നമ്മൾ അള്ളാഹിനെ ഓർത്താ അള്ള നമ്മളെയും ഓർക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ ദിക്റും ദുആയും ചൊല്ലി അള്ളാഹിനെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക. നമ്മൾ അതേമാതിരി എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അള്ള അത് നടത്തി തരും എന്ന രീതിയിൽ അള്ളാഹിലേക്ക് തവക്കുല് ചെയ്യാം. തവക്കുല് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സുഖമുള്ള ആനന്ദം തന്നെയാണ് തവക്കുല് ശരിക്കും. കാരണം എന്താ വെച്ചാല് നമ്മള് അള്ളാഹിലേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചാല് അള്ളാഹുവിന് അത് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു പ്രയാസ ഘട്ടം വന്നാൽ ഒരു 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹിനോട് നമ്മളെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അത് നമ്മൾ അള്ളാഹിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷികൾ എങ്ങനെയാണ് രാവിലെ വരുമ്പോ ഒരു കാലി വയറുമായിട്ടല്ലേ വരിക, അല്ലെ? തിരിച്ചു പോകുമ്പോ അവര് വയറ് നിറച്ചാ പോവുക. അതേമാതിരി നമ്മളെ റബ്ബിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാല് നമ്മളെ റബ്ബ് അത് നമുക്ക് നടത്തി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ വറീഡാവാതെ ടെൻഷൻ ആവാണ്ട് നമ്മളെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹിലേക്ക് പ്രാർത്ഥിച്ച് പിന്നെ അത് നമ്മൾ അള്ളാഹിലേക്ക് തവക്കുൽ ചെയ്യാം. എന്നാല് അപ്പം തന്നെ നടത്തുന്നതാണെങ്കിൽ അള്ളാഹു അപ്പം തന്നെ ആ കാര്യം നമുക്ക് നടത്തി തരും. അല്ലെങ്കിൽ നീട്ടി വെക്കുന്നതാണ് നമുക്ക് ഹൈറെങ്കിൽ അള്ളാഹു നീട്ടി വെക്കും. അതുമല്ല നമുക്കത് പരലോകത്തേക്കാണ് ഹൈറെങ്കിൽ അതങ്ങനെ വെക്കും. അതുകൊണ്ട് ആരും ദുആ ചെയ്യാനൊന്നും മടിക്കരുത്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. പണ്ട് കാലഘട്ടത്തിലുള്ളവരൊക്കെ ഒരു ഉപ്പും മുളകും തീർന്നാ വരെ നമ്മളെ റബ്ബിനോട് ദുആ ചെയ്യും. റബ്ബ് അവിടെ എത്തിച്ചു കൊടുക്കും. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നമുക്ക് നമ്മളെ റബ്ബിനോട് പറയാന്ന് പറഞ്ഞാല് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്കൊരു ആയുധം, പ്രാർത്ഥന എന്നുള്ള ഒരായുധം തന്നിട്ടല്ലേ നമ്മളെ റബ്ബ് വിട്ടത്. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മള് അള്ളാഹിലേക്ക് പ്രാർത്ഥിക്കുക, അള്ളാഹിലേക്ക് തവക്കുൽ ചെയ്യാട്ടോ. അതേമാതിരി നമുക്ക് അഹങ്കാരം അതൊരു കണ്ണിക്ക പോലും അള്ളാഹുവിന് ഇഷ്ടമല്ല. അഹങ്കരിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ആരും അല്ലല്ലോ, എല്ലാം നമ്മളെ റബ്ബാണ്. നമ്മൾ തീരെ അഹങ്കരിക്കാതിരിക്കുക, തഖ്വ നിലനിർത്തുക. എല്ലാ കാര്യത്തും എന്ത് ചെയ്യുമ്പോഴും തഖ്വയോടുകൂടി അള്ളാഹിന്റെ ഇഷ്ടമുള്ള കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹിനെ മാത്രം ആശ്രയിക്കാൻ. വേറെ ആരാലേ നമുക്ക് ആശ്രയിക്കാനുള്ളത്? നമ്മളെ റബ്ബിനെ അല്ലാണ്ട് എന്ത് കാര്യങ്ങളും നമ്മൾ അള്ളാഹിനെ ആശ്രയിച്ച് അള്ളാഹിന്റെ ഇഷ്ടത്തിൽ മാത്രം ചെയ്യാം. അള്ളാഹിന്റെ ഭൂമി വളരെ വിശാലാണ്. അപ്പൊ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും
ഒരു സ്ഥലത്ത് ദീനിപരമായിട്ട് ജീവിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അള്ളാന്റെ അത് അള്ളാന്റെ അനുമതിയോട് കൂടി തന്നെ നമുക്ക് പ്രയാസപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കാനും അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് ദീനിയായിട്ട് ജീവിക്കാൻ വളരെ പ്രയാസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ദീനുള്ള സ്ഥലത്തേക്ക് മാറാനും അള്ളാഹ്ക്ക് വേണ്ടി നമ്മളെ ജീവിതം മുഴുവൻ സമർപ്പിക്കാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഈ സ്ഥലം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പഠിച്ചോനെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ റബ്ബ് അവിടെ തന്നെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യവും നമ്മളെ റബ്ബ് ചെയ്തു തരും. അപ്പൊ ഓരോ കാര്യത്തിനും നമ്മൾ റബ്ബിനോട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക. എന്തൊരു രോഗം വന്നാലും പ്രയാസം വന്നാലും ഒക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡോക്ടറെ കാണിക്കുക, എന്താ അതിനുള്ള പ്രതിവിധി എന്ന് വെച്ചാൽ അത് ചെയ്യാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണോ, അള്ളാഹിലേക്ക് തവക്കുൽ ചെയ്യണം. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് ചോദിച്ച് ചെയ്യട്ടോ. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഒന്നും കൂടെ നമ്മളെ ഗ്രൂപ്പിൽ വരാത്ത കാര്യങ്ങളൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും നമ്മളെ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ത് വിഷമ ഘട്ടങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഒരു പ്രയാസം തോന്നുകയാണെങ്കിൽ അള്ളാഹിലേക്ക് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇസ്തിഖാറ നമസ്കാരം നമസ്കരിച്ച് അതിനുള്ള പ്രാർത്ഥന ചെയ്ത് അള്ളാഹിനോട് ശരി ചെയ്ത് തെറ്റ് ചെയ്തെന്ന് നമുക്ക് ചോദിക്കട്ടോ. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ റബ്ബിലേക്ക് നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം. റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ നമ്മൾ ചെയ്യുന്നത്, അല്ല റബ്ബിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണോ? റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിന് പരിപൂർണമായിട്ട് വിട്ടുനിൽക്കുക. റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിൽ മുന്നേറുക. ഇതുവരെ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ അല്ലേ റബ്ബിന് എന്തോ ഇഷ്ടമുള്ള കാര്യങ്ങളാലേ, അതുപോലെ തന്നെ തുടർന്ന് ചെയ്താൽ നമ്മളെ ജീവിതം എത്രമാത്രം ധന്യാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. എന്ത് കർമ്മം നമുക്ക് റബ്ബിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും നമ്മൾ വളരെ ആസ്വദിച്ച് ചെയ്യാം. ആസ്വാദതയോട് കൂടി ചെയ്താൽ അതിനുള്ളൊരു ഇത് വേറെ തന്നെയാണ്. നമ്മളിപ്പോ നമസ്കരിക്കുകയാണ്, നമസ്കരിച്ച് സുജൂദിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു പ്രതിഫലം, അതിന്റെ ഒരു എന്താ പറയാ, ഒരു ചൈതന്യം, വല്ലാത്തൊരു സുഖം തന്നെയാ സുജൂദിലേക്ക് പോകുമ്പോ. അത് അത്രയും ആസ്വദിച്ച് വേണം നമ്മൾ ചെയ്യാൻ അല്ലേ. സുജൂദിലേക്ക് പോകുമ്പോ ആസ്വദിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ റബ്ബിനോട് പറയാനുണ്ടോ അതൊക്കെ സുജൂദിൽ വളരെ ആത്മാർത്ഥതയോടെ പറയാ. നമ്മളെ റബ്ബ് നമുക്കതിന് പ്രതിഫലമായിട്ട് സുജൂദ് ചെയ്യുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകുന്നതാണ്. എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. സുജൂദിൽ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. അന്നേരം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പകർത്താൻ ശ്രമിക്കുക. ഒരു ചെറിയ കാര്യം പോലും നിസ്സാരമായിട്ട് കാണരുത്. എന്താ വെച്ചാല് നമ്മള് വലത് കൈകൊണ്ട് വസ്ത്രം എന്ത് ചെയ്യുമ്പോ വലത് കൈകൊണ്ട് ചെയ്യുക. വെള്ളം കുടിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഒരു ചെറിയ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് നിസ്സാരാക്കി കരുതരുത്. മീസാനിൽ ഒരുപാട് കനം തൂങ്ങുന്ന കാര്യമാണ്. അതുപോലെ നമ്മളെ മക്കൾ ഇടത് കൈകൊണ്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, നമ്മൾ അടുത്ത ഭാഗത്തു നിന്ന് ഭക്ഷണം കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളും ചെയ്യാം. ചെറിയ കാര്യമല്ലേ വിചാരിച്ച് തട്ടിക്കളയാതെ നമ്മളെ മക്കളെയും അത് പഠിപ്പിക്കുക. പിന്നെ ഓരോരോ കാര്യങ്ങളിലും അള്ളാഹിനോട് ഒരുപാട് നന്ദി ചെയ്യാം. നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഏത് സന്ദർഭത്തിലാണെങ്കിലും സുജൂദിൽ വീണ് അള്ളാഹിനോട് ശുക്ർ പറയാ. അങ്ങനെ റബ്ബിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക.
എല്ലാ സമയത്തും നമ്മളെ റബ്ബിനെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുക. എന്ത് നഷ്ടം വന്നാലും നല്ലത് മാത്രം വിചാരിക്കുക. കട ഉണ്ടാവും, രോഗം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹിനെ പറ്റി നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക. അതൊക്കെ അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുക. ദുനിയാവില് അതിന്റെ പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടിടത്ത് കിട്ടും. നമുക്ക് എവിടെയാ കിട്ടേണ്ടത്? ആഖിറത്തില് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലമൊക്കെ നമ്മളെ റബ്ബ് നമുക്ക് പ്രത്യേകമായിട്ട് തന്നിരിക്കൂ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക കേട്ടോ. പിന്നെ ഇന്നിപ്പോ ഞാൻ അബ്ദുസലാം മോഹൻ സാറിന്റെ ഒരു ക്ലാസ് കേട്ടതായിരുന്നേ. അതിൽ പറയുന്നുണ്ട്, സുജൂദില് നമുക്ക് ദുനിയവിയായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കിട്ടാനുണ്ട്. സുജൂദ് നമുക്ക് സൈനസ് ഒക്കെ ഉള്ളവർക്ക് നമ്മളെ സൈനസിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, മൂക്കിന്റെ, അതിന് ശുചിത്വം കിട്ടും, തലച്ചോറിൽ ഓക്സിജൻ കിട്ടും, ശരീരങ്ങളുടെ നട്ടലിന്റെ വഴക്കം നിലനിർത്താൻ പറ്റും, ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് തിങ്കിങ് ഒക്കെ നമുക്ക് കിട്ടും, തലകറക്കം മാറും. അങ്ങനെ പല പല കാര്യങ്ങൾ, ദുനിയാവിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ഈ സുജൂദിലൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സാറിന്റെ ക്ലാസ് കേട്ടപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമാണ് സുജൂദ്. അപ്പൊ ദുനിയാവിലുള്ള കാര്യങ്ങള് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇതിലിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പൊ അതും കൂടി ഒന്ന് എല്ലാവരുമായിട്ട് പങ്കിട്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഫൈൽസ് വരെ മാറിക്കിട്ടും എന്നൊക്കെയാ പറയുന്നത്. അതേമാതിരി നമ്മൾ തഹജ്ജുദിന്റെ ആ സമയത്തൊക്കെ നമസ്കരിച്ച് സുജൂദിൽ നിസ്കരിച്ചാല് ഒരുപാട് അള്ളാഹ് നമ്മളെ വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. നമ്മള് ആ സമയത്ത് ടൈം എത്തിയാല് അള്ളാഹ്ക്ക് മടിയാണ് അത് ആ കൈ തട്ടി മാറ്റിയിട്ട് നമ്മളെ ദുആക്ക് ഉത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹ് തീർച്ചയായിട്ടും നമ്മൾ ദുആക്കൊക്കെ ഉത്തരം തരും. അതിന്റെ പുറമെ നമുക്ക് ഒരുപാട് ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങൾക്കും അള്ളാഹു ഉത്തരം നൽകും. അപ്പൊ മറന്നു പോകണ്ട. അതൊക്കെ ഞാൻ സമർപ്പിച്ചതായിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മള് പെണ്ണുങ്ങളല്ലേ, എന്ത് കാര്യവും വളരെ ക്ഷമയോടെയും സഹനത്തോടെയും കൈകാര്യം ചെയ്താല് അത് കണ്ട് നമ്മളെ മക്കൾ വളരുമ്പോ ഒരുപാട് നേട്ടങ്ങളാട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. എല്ലാരും ഒന്ന് പ്രത്യേകമായിട്ട് വിലയിരുത്തി തന്നെ വേണം. അതേമാതിരി മക്കൾക്ക് വേണ്ടി എപ്പോഴും റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ അത് പ്രാർത്ഥിക്കുക. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട്, അതേമാതിരി മക്കള് നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. റബ്ബി ഇജ്അൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. ഈ ദുആ പ്രത്യേകം നമ്മളെ മക്കളൊക്കെ നമസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊരു വിഷമമാണ് മാനസികമായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ പ്രത്യേകമായിട്ട് പഠിച്ചു തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമുക്ക് ഏത് രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് എത്ര മനോഹരമായിട്ടാണ് നമ്മളെ റബ്ബ് പറഞ്ഞു തന്നെന്നറിയോ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് പഠിച്ച് തന്നെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം കേട്ടോ. രാവിലെ എഴുന്നേക്കുന്ന മുതലേ രാത്രി വരെ നമുക്ക് റബ്ബിന് വേണ്ടി ചെയ്യാനില്ല പ്രാർത്ഥനകൾ തന്നെ. അതിന്റെ ഇടയിൽ നമുക്ക് ഒരു പരദൂഷണം പറയാനോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും ശരിക്കും പറയണേ നമുക്ക് സമയമില്ല. നമുക്ക് റബ്ബിന് വേണ്ടി ഉറങ്ങി എഴുന്നേക്കുന്ന മുതൽ കിടക്കുന്നവരെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പ്രത്യേകമായിട്ടും എല്ലാ കാര്യങ്ങളും എഴുന്നേക്കുന്നതിന് മുതൽ കിടക്കുന്നവരെ ഒരു ദിവസം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റി ഇനിയുള്ള കാലം മുഴുവനും റബ്ബിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും പ്രത്യേകമായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ളതിൽ
സംശയമൊന്നുമില്ല. അള്ളാഹ്ക്ക് നമ്മൾ ഒരുപാട് ഇഷ്ടമാണ്. നമ്മളാണ് അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത്. അത് എന്തെല്ലാം കാര്യങ്ങൾ എഴുന്നേക്കുന്നത് മുതൽ കിടക്കുന്നവരെ നമുക്ക് പറഞ്ഞു തന്നിന്. അപ്പൊ നമ്മളെ അള്ളാന്റെ ഏറ്റവും ഇഷ്ടക്കാരാവാൻ വേണ്ടിയിട്ട് എല്ലാരും വേഗം ശ്രമിക്കണം കേട്ടോ. അള്ളാന്റെ ഏറ്റവും ഇഷ്ട ദാൻസന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ചെലവഴിച്ചാൽ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ടുള്ള നമുക്ക് തിരിച്ചു തരും. പിന്നെന്തായാലേ നമുക്ക് ചെലവഴിക്കുന്നതിന് അപ്പൊ അള്ളാന്റെ ഇഷ്ടത്തിന് ഒരുപാട് ചെലവഴിക്കാന് ശ്രമിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ നമ്മൾ കൊടുക്കുക. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പിടിച്ചു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊടുക്കരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് അത് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ നമ്മളെ റബ്ബ് നമുക്ക് തരും കേട്ടോ. നമ്മള് അള്ളാന്റെ ഇഷ്ടത്തിൽ ഈ കൂടിയിരിക്കുന്ന നമ്മളെല്ലാരെയും നമ്മളെ റബ്ബ് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവൂലേ. അള്ളാഹു നമ്മളെല്ലാ ഇബാത്തുകളും പരിപൂർണമായിട്ട് സ്വീകരിക്കുകയും അള്ളാന്റെ ഏറ്റവും ഇഷ്ടമുള്ള അടിമകളിൽ നമ്മളെല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടം നേടുന്ന മുഅ്മിനീങ്ങളുടെയും മുത്തഖീങ്ങളുടെയും സൽസ്വഭാവികളുടെയും സന്മാർഗികളുടെയും കൂട്ടത്തിൽ നമ്മളെല്ലാരെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ അല്ലേ. പിന്നെ നമ്മൾ ഈ കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ മാഹാത്മ്യത്തിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് അറിയണ്ടേ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവര്, അള്ളാഹിലും അള്ളാന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവര് കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് ഏറ്റവും സഹിഹായ മുസ്ലിമിന്റെ ഹദീസ് തന്നെ പറഞ്ഞതാണ് കേട്ടോ. സഹിഹായ ഹദീസിൽ തന്നെ പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവര് കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന്. അപ്പൊ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും കുടുംബത്തിലൊക്കെ പോയോ? വേണമെങ്കിൽ ഇന്നവരൊക്കെ അധികം ഞാൻ പറഞ്ഞിട്ടുണ്ട് റമദാനില് എല്ലാരും നല്ല രീതിയിൽ എല്ലാരുമായിട്ട് ഇണങ്ങണം. യാതൊരു തെറ്റുകുറ്റങ്ങളും ആരോടുണ്ടെങ്കിലും ഒക്കെ പുറത്തു കൊടുക്കണം. അതൊക്കെ എല്ലാരും ചെയ്തില്ലേ? എന്നിട്ട് പിന്നെ പെരുന്നാൾ കുടുംബത്തിലൊക്കെ പോയോ? കുടുംബബന്ധം ചേർത്താനായി നമ്മൾ കുടുംബബന്ധം ചേർക്കുമ്പോ എന്താ നമ്മളെ മക്കളും അത് പഠിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ലൈഫ് അല്ലേ, അവരെ ഭർത്താവ് മക്കള് അങ്ങനെയുള്ളൊരു ജീവിതമാണോ മരുമക്കള് പേരമക്കള്. അതിന് വ്യത്യസ്തമായിട്ട് കുടുംബബന്ധം ചേർക്കാനായിട്ട് നമ്മളും പെരുന്നാളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ രോഗസന്ദർശനം കുടുംബബന്ധം ചേർക്കല് നമ്മൾ ശ്രമിക്കുന്നുണ്ടാ നമ്മളെ മക്കളും അത് ചെയ്യും. അപ്പൊ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുകയും ചെയ്യാം. നമ്മളെ മക്കളെയൊക്കെ എല്ലാ കുടുംബത്തിലും കൊണ്ടുപോയി മക്കൾക്കൊക്കെ നല്ലൊരു മാതൃകയുള്ള മാതാപിതാക്കളാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അള്ളാന്റെ വിഷയത്തിൽ പരസ്പരം സന്ദർശിച്ചവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അള്ളാന്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാരും പ്രത്യേകമായിട്ട് ശ്രമിക്കും കേട്ടോ. അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാല് അള്ളാഹുവിനെ വേണ്ടി നമ്മൾ പരസ്പരം സ്നേഹിച്ചാല് അള്ളാഹു നമുക്ക് അർശിന്റെ തണല് നൽകും. എന്തൊക്കെ ഓഫറുകളാണ് അള്ളാഹു നമുക്ക് ചെയ്തത്. അപ്പൊ എല്ലാരും വേഗമായിട്ട് ശ്രമിക്കുക കേട്ടോ. അള്ളാന്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് അള്ളാന്റെ തൃപ്തിയുള്ള അടിയാന്മാരാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടുംബ ബന്ധം ചേർക്കുക. അതേമാതിരി എല്ലാത്തിന്റെ നിയന്ത്രണം എന്തായിരിക്കണം? അള്ളാന്റെ തൃപ്തി മാത്രം. അല്ലെ അവരെന്ത് വിചാരിക്കും നമ്മൾ പോയിട്ടില്ലെങ്കിൽ, അവരെ രോഗം കാണാൻ പോയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ആ ഒരു രീതിയിലായിരിക്കരുത്. നമ്മള് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നല്ലേ. നമ്മളെ നെയ്യത്ത് എപ്പോഴും അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം. എന്തൊരു സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാവരും എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ഇത് ചൊല്ലാൻ മറക്കരുത്. അതേമാതിരി നമ്മൾ കുടുംബിനികളാണ്. നമുക്ക് കുടുംബത്തില് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടാവൂലേ. നമ്മളെ ഭർത്താക്കന്മാരെയും മക്കളെയൊക്കെ നോക്കണം, ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, പേരക്കുട്ടികളെ നോക്കണം. പല പല ഉത്തരവാദിത്തങ്ങൾ നമ്മളെ മേലെ എല്ലാവരുടെ മേലും നിർബന്ധമായിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു സ്വാലിഹായ അമലായിട്ട് തന്നെ സ്വീകരിക്കണേന്ന് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്താല് നമ്മളെ ഈ നെയ്യത്തിനാണ് കൂലി. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു കർമ്മങ്ങൾ മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. എന്നിട്ട്
അള്ളഹാനോട് ദുആ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങള് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. എന്ത് കാര്യവും നമ്മൾ എന്തിനാ ചെയ്യുക? നമ്മളെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നു, നമ്മളെ മക്കളെ സ്നേഹിക്കുന്നു, അതൊക്കെ നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, കുടുംബ ബന്ധം ചേർക്കുന്നത് ഒക്കെ ആർക്ക് വേണ്ടി? നമ്മളെ റബ്ബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താ? റബ്ബൻ ഇതൊക്കെ റബ്ബിന് വേണ്ടിയിട്ടാ റബ്ബേ നമ്മൾ ചെയ്യുന്നത്. അപ്പോഴെന്താണെന്നറിയോ, നമുക്ക് എന്ത് വലിയ പണിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസം തോന്നൂല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോഴല്ലേ അത് നമുക്കൊരു പ്രയാസമായിട്ട് ഫീൽ ചെയ്യാം. ഒക്കെ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ റബ്ബിന് വേണ്ടി ചെയ്യാം. റബ്ബ് നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്താണ്, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള നെയ്യത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം ഇബാദത്തായിട്ട് മാറും. എന്നിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോട് കൂടിയിട്ട് നമ്മളെ ഓരോ ദിവസവും ശരിക്കും ഒരു ഇബാദത്തായി മാറി അല്ലേ? എല്ലാരും പ്രത്യേകമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കട്ടോ. എന്ത് ചെയ്യുമ്പോഴും റബ്ബിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് തോന്നൂല. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ മാത്രല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. രോഗം സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും വിചാരിച്ച് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു നെയ്യത്തോടു കൂടിയും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹു ഏറ്റവും വലിയ സാലിഹായ ഒരു അമലായിട്ട് തന്നെ സ്വീകരിക്കട്ടെ. അതേമാതിരി സൂറത്തിൽ ഇഖ്ലാസ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം അല്ലേ? അത് സൂറത്തിൽ ഇഖ്ലാസ് ഒരു 3 തവണ ശരിയാൽ ഒരു മുഴുവൻ അർത്ഥം തീർത്ത പ്രതിഫലാന്നാ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നമുക്ക് സ്വർഗം ലഭിക്കും, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും. ഒരു പ്രാവശ്യം ചെയ്താല് ഖുറാനിൽ 3-1 പാരായണം ചെയ്ത പ്രതിഫലം. അപ്പൊ 3 തവണ ചെയ്താല് ഖുറാന് 30 ജുസും പാരായണം ചെയ്ത പ്രതിഫലം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ. നമ്മൾ പകർത്തിയാൽ മാത്രം പോരാ, നമ്മളെ കുടുംബത്തിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു മടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരു മടിയില്ലാത്ത നല്ല രീതിയിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കുക. അതേമാതിരി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, അത് നമ്മളെ തുലാസിൽ ഒരുപാട് കനം തൂങ്ങുന്ന ദിക്റാണ്. അത് ഒരുപാട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ദിക്ർ ദുആകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അതൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ടും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടും ആണല്ലോ. അപ്പം വീണ്ടും 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 ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് എല്ലാവർക്കും അത് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള ഒരു ഓർമ്മ ഉണ്ടാവും എന്നുള്ളൊരു വിചാരത്തോട് കൂടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. അതേമാതിരി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 തവണ പറഞ്ഞാല് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 നന്മകള് രേഖപ്പെടുത്തും, 100 തിന്മകൾ നമ്മളിൽ നിന്നും മായ്ക്കപ്പെടും. അതേപോലെ ഈ പിശാചിന്റെ ഷെറിൽ നിന്നും നമുക്ക് പരിപൂർണമായിട്ടുള്ള സംരക്ഷണം ലഭിക്കും. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് നമുക്ക് ഈ റമദാൻ മാസം കഴിഞ്ഞ് പിശാചിനെ കെട്ടിച്ച് ഇനി നമ്മൾ കെട്ടിയിടണം. അപ്പൊ എല്ലാവരും ഒരു 100 തവണ ഈ ദിക്ർ പ്രത്യേകമായിട്ടൊന്ന് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഒരുപാട് മോചനം കിട്ടും കേട്ടോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ ഈ ഇരുത്തം ഏറ്റവും നല്ലൊരു സാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. അമീൻ 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 യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മളെ ഈ ഗ്രൂപ്പിൽ ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു പരിപൂർണമായിട്ട് തീർത്തുതരട്ടെ.
കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരൊക്കെ കടങ്ങൾ അള്ളാഹു വീഴ്ത്തി തരട്ടെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നിപ്പോ മരിച്ചുപോയി എന്ന് പറഞ്ഞ അവരുടെ ആഹ്റം വിശാലമാക്കി കൊടുക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അതേപോലെ നമ്മൾ ഇന്നൊക്കെ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും ദോഷങ്ങളെയൊക്കെ അള്ളാഹു പരിപൂർണമായിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളെ ഈ ഇരുത്തം ഏറ്റവും നല്ലൊരു സൽക്കരമായിട്ട് അള്ളാഹു സ്വീകരിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും കനം തോന്നുന്ന ഏറ്റവും നല്ലൊരു പ്രതിഫലാക്കിയിട്ട് അള്ളാഹു ഈ ഇരുത്തത്തിനെ മാറ്റി നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം പ്രാർത്ഥനകൾ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടോ ആ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും അള്ളാഹു ഉത്തരം നൽകട്ടെ. ദുആക്ക് നമ്മളോടൊക്കെ വസിയത്ത് ചെയ്ത് എല്ലാവരുടെ ദുആക്കും അള്ളാഹു ഉത്തരം നൽകട്ടെ. رب اغفر لي ولوالدي والمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا زدنا علما. അള്ളാഹുവേ എന്ത് തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്തു പോയിട്ടുള്ളത് പരിപൂർണമായി പുറത്ത് മാപ്പാക്കി നമ്മളെ ഈ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നത പദവി തന്നെ അനുഗ്രഹിക്കണമേ. നമ്മളെ റമളാൻ മാസത്തിൽ നമ്മൾ എല്ലാവരും ചെയ്ത എല്ലാ ഇബാദത്തുകളും പരിപൂർണമായിട്ട് തന്നെ നീ സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അള്ളാഹുവേ. അമീൻ 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 റബ്ബൽ ആലമീൻ. ദുആക്ക് വസിയത്ത് ചെയ്ത എല്ലാവരുടെ ദുആക്കും ഉത്തരം നൽകണേ. നമ്മളെ ഈ ഗ്രൂപ്പ് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും അറിവ് എത്തിച്ചു കൊടുക്കുന്ന ആ അറിവ് എല്ലാവരും ഉൾക്കൊണ്ട് പകർത്തി അതെല്ലാവർക്കും ഒരു ജാരിയായ സവിധത്തെയാക്കി മാറ്റാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു അൽഹംദുലില്ലാഹ്. വളരെ നന്നായിട്ട് തന്നെ എന്താ പറയാ കുഞ്ഞു മക്കളോട് ഉമ്മമാര് പറയുന്ന പോലെ സ്നേഹത്തോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ജസാക്കല്ലാഹു ഖൈർ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും അത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. آمين 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 يا رب العالمين. ഒരാളിപ്പോ ഇതൊരു ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട് ക്ലാസിന്റെ ഇടയിൽ. പിന്നെ അത് ഇതുപോലെ ഒരാൾ അവരുടെ കുടുംബത്തിൽ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് ആഖിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. آمين 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 يا رب العالمين. إنا لله وإنا إليه راجعون. اللهم اغفر له وارحمه. എന്നാ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം അല്ലേ. أوكي. السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وعليكم السلام وبركاته. ورحمة الله وبركاته. جزاكم الله خير. എങ്കിലും ഉണ്ടാ ഫൗസിയ എന്ന് പറയുന്ന ആളുണ്ട് ഇതില്. അതെ അമ്മ وعليكم السلام. ടീച്ചറെ അൽഹംദുലില്ലാ സീന ടീച്ചർ പറഞ്ഞതുപോലെ ചെറിയ മക്കളോട് ഉപദേശിക്കുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ തോന്നി. ടീച്ചർ അസീന ടീച്ചർ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ തന്നെ എനിക്കും തോന്നി, ഫീൽ ചെയ്തിന്. മാഷാ അല്ലാ ബാറക്കല്ലാ. ما شاء الله. الحمد ഫൗസിയ എന്ന് പറഞ്ഞ ആളുണ്ട് ഇതില്. അല്ല സഫിയ ഉണ്ടാ? സഫിയ ഉണ്ടാ? ഇന്നലെ ടീച്ചറോട് ഓർക്കാൻ പറഞ്ഞില്ല അവരെ മരിച്ചേ ഇന്നലെ അല്ല 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 അവരല്ല, അത് വേറെ ആളാണ്. എന്താ വിളിക്കാൻ എന്തായിന്ന് അറിയില്ല. കൊയിലാണ്ടിയാ. മീറ്റിംഗ് എന്ത് ചെയ്യണം? ആർക്കെങ്കിലും ഐഫോണുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ നെറ്റിലേക്ക് എൻഡ് ചെയ്തോ. എന്നാലും റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ
ലൈലത്താ എന്റെ ഇതോ മാറി ചെയ്തിട്ടാന്നൊക്കെ അപ്പോൾ ആ ടീച്ചർ എന്നെ ലൈലത്ത ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടില്ലേ? ലൈലത്ത് പോയാ? ലൈലത്ത് അറിയാതെ ലെഫ്റ്റായി പോയി തോന്നുന്നുണ്ട്. വേറെ ആരാ ഉള്ളത്? ഫസീല ഫസീല. ഐഫോൺ. ഓക്കെ. ആ അത് നിങ്ങളൊന്ന് മീറ്റിംഗ് എങ്ങനെ കഴിഞ്ഞു. എങ്ങനെ അതില്ലേ ചെയ്യല്? നിങ്ങൾ ഈ കോൾ എൻഡ് കൊടുക്കൂല, അന്നേരം എന്റെ ഓൾ എന്ന് കാണിക്കും. അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങളെ. ആ ഓക്കെ. ഓക്കെ.